ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബൈ ഫൈവീസ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പുതിയ PSC വിജ്ഞാപനം വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 215/2025. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യണത് 3/9/2025 വരെയാണ്. നെയിം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ് വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ് വരുന്നത്. അതുപോലെ തന്നെ മെൻ ആൻഡ് ഡിഫറൻഷ്യൽ ആബിൾഡ് കാൻഡിഡേറ്റ്സിന് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27 മുതലാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 63 വരെ വരുന്നുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 4 പോസ്റ്റസാണ് അവൈലബിൾ വന്നിട്ടുള്ളത്. ഡിസ്ട്രിക്ട് വൈസിലാണ്. ഡിസ്ട്രിക്ട് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നീ 4 ജില്ലകളിലാണ് പോസ്റ്റ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും 1 വന്നിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 26 വയസ്സാണ് പറയുന്നത്. അതുപോലെ 2/1/1999 മുതൽ 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് അതുപോലെ ഈ ഡേറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കാർക്കും ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് അതുപോലെ ST വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷനും ഉണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസിംഗ് +2 ഓർ ഇക്വലൻസ് ആണ്. +2 പാസ്സായിരിക്കുക, അല്ലെങ്കിൽ അത് തുല്യമായ എന്തെങ്കിലും പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ പ്രിഫറൻസിലുണ്ട് മുൻഗണന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും മുൻഗണന ഉണ്ടത്. ഇത് യൂണിഫോം ജോബ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളുമുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 150, ജനറൽ കാൻഡിഡേറ്റ്സിന് 152 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. SC ST കാൻഡിഡേറ്റ്സിന് 150 സെൻറ്റിമീറ്ററുമാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വിമ്മിങ് അറിയാവുന്ന ആളുകളായിരിക്കണം. അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കമ്മീഷനാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് കമ്മീഷനാണ്. സ്വിമ്മിങ് ടെസ്റ്റ് കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളുണ്ട് സ്വിമ്മിങ് ടെസ്റ്റിന്. അതാണ് ഇവിടെ പറയുന്നത്. 50 മീറ്റർ സ്വിമ്മിങ് ട്രയൽ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്യണം. 15 മിനിറ്റ് അത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം. അതുപോലെ തന്നെ ഡീപ്പർ സൈഡിൽ സ്വിമ്മിങ്ങിലെ ഡീപ്പർ സൈഡിൽ നമുക്ക് ഫ്ലോട്ടിംഗ് അബിലിറ്റി ഉണ്ടായിരിക്കണം 2 മിനിറ്റ്സ്. അതുപോലെ തന്നെ ഇത് 2 ക്രൈറ്റീരിയകൾ പാസ്സായ മാത്രമാണ് ഈ സ്വിമ്മിങ് ടെസ്റ്റിൽ ക്വാളിഫൈഡ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സും ഇതിന് വരുന്നുണ്ട്. ഇതിൽ വരുന്ന വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. മസ്റ്റ് പോസസ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ബിലോ വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം. റൈറ്റ് ഐയും ലെഫ്റ്റ് ഐൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് വിഷൻ, നിയർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ. ഈച്ച് ഐ മസ്റ്റ് ഹാവ് ദ വേ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ. കളർ ബാൻസും മറ്റു കാണാനൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. യൂണിഫോം ജോബ് ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ഇതാണ് താഴെ കൊടുത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 4ാമത്തെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞു. 5ാമത്തെ പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. താഴെ കൊടുത്തുള്ള 8 ഏതെങ്കിലും 5 പാസ്സാവുക എന്നുള്ളതാണ്. അതിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ്സ് എഫിഷ്യൻസി ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വരുന്നത് 5ാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്. 100 മീറ്റർ ആണ്. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിങ് ഷോട്ട് മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്നെ കൃത്യമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.